ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. ഞങ്ങൾ കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ എണ്ണി ഇരിക്കുന്ന ഒരു ഡേ ആയിരുന്നു ഇത്. ഒരു പ്രോപ്പർ ഇൻട്രോ എടുക്കാനുള്ള തീരെ സമയം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ ഷൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചതിന് തൊട്ട് മുമ്പുള്ള കണ്ടിന്യൂവസ് 5 ഡേയ്സ് എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോപ്പറായിട്ടുള്ള ഷോപ്പിങ്ങും പാക്കിങ്ങും എല്ലാം തന്നെ ഒരു കംപ്ലീറ്റ് ആയിട്ട് എനിക്കൊന്നും ഫീൽ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ട്രാവലാണിത്. ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് 1 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ കറക്റ്റ് 3 hours മുമ്പ് തന്നെ എയർപോർട്ടിൽ ചെന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് 7 മണിക്കാണ് വീട്ടിൽ വന്നത്. അത് കഴിഞ്ഞിട്ട് 10 മണിക്ക് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു റഷായിട്ടുള്ള ഒരു ടൈമായിരുന്നു ആ സമയം. ബട്ട് എന്നാലും അൽഹംദുലില്ലാ, നോർമലി എയർപോർട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി വയ്ക്കാറുണ്ട്. ലഗേജിൻ്റെ കാര്യങ്ങളായാലും അല്ലെങ്കിൽ എന്തെങ്കിലും മറന്നു വയ്ക്കാൻ ഉള്ള കാര്യങ്ങളായാലും. പക്ഷേ ഈ പ്രാവശ്യം വലിയ റഷ് പിടിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലും അൽഹംദുലില്ലാ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോയി. എയർപോർട്ടിൽ നിന്ന് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ എപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്ന എൻ്റെ വീട്ടിലേക്കായിരിക്കും. കാരണം ഡിസ്റ്റൻസ് കുറവ് വീട്ടിലേക്കാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ നോർമലി തൃശ്ശൂർക്ക് പോകാറുള്ളൂ. എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഫുഡ് കഴിക്കാനാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയത്തെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ഒരു പ്രോപ്പർ സ്ലീപ്പ് കിട്ടി. വേറൊന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ഉറങ്ങാൻ പറ്റും. എനിക്കെപ്പോഴും രാത്രി ഫ്ലൈറ്റ് ട്രാവലിംഗ് ആണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകലാണെങ്കിൽ എനിക്ക് തീരെ ഉറക്കമൊന്നും കിട്ടില്ല. രാത്രി ആകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങി രാവിലെ എഴുന്നേക്കാം. പക്ഷെ ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഐ തിങ്ക് കുറേ പേര് ഞാൻ ഈ റെസ്റ്റോറൻറ്റിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറേ പേരിങ്ങനെ ഗെസ് ചെയ്തൊരു റെസ്റ്റോറൻ്റാണ്. എനിക്ക് തോന്നുന്നത് അത്യാവശ്യം ഫേമസ് ആണെന്ന്. ഐ തിങ്ക് ഇറ്റ്സ് എ വെജ് റെസ്റ്റോറൻറ്റ്. അവിടുത്തെ മസാല ദോശ ഇറ്റ് വാസ് യം.
ചിക്കൻ റോസ്റ്റ്, പപ്പടം, അത് സോഡ വയ്ക്കുകയാണോ അത്? എത്ര ഉള്ളൂ എൻ്റെ കംഫർട്ട് സോൺ. ഞാനൊരു പ്രോപ്പർ ഇൻട്രോ ഒന്നും എടുക്കാതെ തുടങ്ങിയൊരു വ്ളോഗാണിത്. സോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളൊക്കെ എന്തായാലും ഈ വീഡിയോയിലുണ്ടാവും. പിന്നെ എനിക്ക് ഈ ഒരു ഓർമ്മ എപ്പോഴും സൂക്ഷിച്ചു വയ്ക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തു എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രോപ്പർ ഇൻട്രോ തന്നെ എടുക്കുന്നത്. ഡ്യൂട്ടി 5 days കണ്ടിന്യൂസ് ഉള്ള ഒരു ഡ്യൂട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെയുള്ള എൻ്റെ ഉറക്കം, പാക്കിങ്, ഷോപ്പിംഗ്, ഇതൊക്കെ എല്ലാം അങ്ങോട്ടും ഒന്നും ഒരു സെറ്റായില്ല. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷോപ്പ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെയുള്ളൊരു കുറച്ച് ഹെക്റ്റിക് ഡേയ്സ് ആയിരുന്നു ഈ കഴിഞ്ഞു പോയൊരു 5 days. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ഡേ എനിക്ക് 7 o'clock വരെ ഈവനിങ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഫ്ലൈറ്റ് മീൻസ് ചെക്ക് ഇൻ ചെയ്യേണ്ടത് 10 o'clock ആയിരുന്നു. അപ്പോൾ അപ്പോഴും എൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനൊരു റഷായിട്ട് അങ്ങനെ ഒരു ഓട്ടത്തിനായതുകൊണ്ട് ഞാൻ ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാത്തതാണ്. പക്ഷെ എന്നാലും എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ വീട്ടിൽ വന്ന് ഇവിടെ സമയം ഇപ്പോൾ ഒരു 2 മണിയൊക്കെ 2 മണി ആയിട്ടില്ല, 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ബില്ലുൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നല്ല ടയർഡാണ്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം ഭയങ്കര അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ഇതിപ്പോൾ വലിയ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, കാരണം വേറെ ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ലാത്തതുകൊണ്ട്. സോ ഇനിയിപ്പോൾ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ എനിക്കിപ്പോൾ ടൈം ഉണ്ടല്ലോ, വർക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് വേണമെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം എനിക്ക് ഉറങ്ങണമെന്നുണ്ട്. ഉറങ്ങി എഴുന്നേറ്റിട്ട് നമ്മൾ തൃശ്ശൂർക്ക് പോകും. കൈ പിടിച്ച് കൈ കഴിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പോട്ടെ. എന്തായാലും ഞങ്ങളൊരു 30 days ആണ് നമ്മളുടെ വെക്കേഷൻ. അപ്പോൾ മാക്സിമം വീഡിയോ പോസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കാം. കൂടുതലും റാൻഡം റോ വ്ളോഗ്സ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക, കാരണം ഐ ജസ്റ്റ് വാണ്ട് ടു മേക്ക് ദ വ്ളോഗ്സ് ലൈക്ക് ദാറ്റ്. സോ അതുകൊണ്ട് അങ്ങനത്തെ വ്ളോഗ്സ് ആയിരിക്കും ഇനി കൂടുതൽ കാണുന്നത്. കറക്റ്റ് എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ എൻ്റെ മുഖം വളരെയധികം ദാരുണാവസ്ഥയിലാണ്. ഇത് പിമ്പിൾസ് വന്നതാണ്. എനിക്കറിയില്ല, എനിക്കങ്ങനെ പിമ്പിൾസ് വരുന്ന ഫേസ് അല്ല, പക്ഷെ പെട്ടെന്ന് പിമ്പിൾസ് വന്നു. ഇത് എന്താണെന്ന് അറിയില്ല, എന്തോ അലർജി അല്ല, എന്തോ എനിക്ക് അവിടെ ഒരു ഇച്ചിങ് പോലെ വന്നിട്ട് ഞാൻ തന്നെ മാറ്റി പിടിച്ചാണ്. സോ എൻ്റെ ഈ ഒരു ഫേസ് ഈ ഒരു വർഷം ഫുൾ അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ താഴെ പോയിട്ട് ഫുഡ് കഴിക്കാം. ഞാനിപ്പോൾ താഴെ ഭയങ്കര ഒച്ചൻ്റെ ആൾ കാരണം ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കയറി വന്നതാണ്. ഇനി പോയിട്ട് ഉമ്മച്ചിൻ്റെ സ്പെഷ്യൽ ചോർ, ചിക്കൻ റോസ്റ്റ് ഒക്കെ കഴിക്കാം. കുറച്ച് ലെഗ് പീസ് അതെ. I'm eating. No eating, colorful eating. Okay, bye. Colorful. വന്നത് 2-ാം തീയതിയാണ്. 3-ാം തീയതിയാണ് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഈ പ്രാവശ്യം എന്തായാലും ബില്ലു വെഡ്ഡിങ് ആനിവേഴ്സറി മറക്കുന്ന നല്ല ഓട്ടത്തിലായിരുന്നു. പെൻഡിങ് വർക്ക്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ബില്ല് മറക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി
ഒരു 30 ഡേയ്സ് അല്ല, ഒരു 20 ഡേയ്സൊക്കെ മുമ്പ് എൻ്റെ അലാമിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ നാട്ടിൽ എൻ്റെ സിസ്റ്റർ അടുത്ത് പറഞ്ഞൊരു കേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് അതൊക്കെ കട്ട് ചെയ്തത്. നേരത്തെ കാണിച്ചിരുന്ന ഫ്രെയിം എൻ്റെ സിസ്റ്റർ ഗിഫ്റ്റ് ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ബില്ലുൻ്റെ വീട്ടിലേക്ക് കറക്റ്റ് 90 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ ഇപ്പോൾ ഈ റോഡ് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതല്ലായിരുന്നെങ്കിൽ ഒരു 2 hours പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡിലേ ആയിട്ടാണ് എത്തിയത്. അതായത് ഒരു മോർ ദാൻ 3 hours എടുത്തു. ഇപ്പം നേരത്തെ കാണിച്ച സ്പോട്ടാണ് ഞങ്ങളുടെ സ്ഥിരം സ്റ്റോപ്പ്. അവിടെ എത്തുമ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു കരിക്ക് മസ്റ്റാണ്. എന്നും നാട്ടിൽ വരുമ്പോൾ അങ്ങനെയാണ്. സോ ഒരു 10:30-10:45 ആയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇനി കുറേ ദിവസത്തെ ഉറങ്ങി തീർക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഒരു വ്ളോഗ് ഞാനിവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. ഇനി എന്തായാലും അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണാം. എനിക്കറിയാം ഈ ഒരു വ്ളോഗ് ഒരു തട്ടിക്കൂട്ട് വ്ളോഗാണെന്ന്, വേറൊന്നുമല്ല, ഞാൻ ഭയങ്കര ടയർഡാണ്. അപ്പോൾ എൻ്റെ ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി ഫുൾ പവറിൽ വ്ളോഗ് ചെയ്യണം. സോ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം കുറച്ചും കൂടെ ഉഷാറായിട്ട്. Until then, see you all in the next video. Take care and bye-bye.